ശാന്തൻപാറ, പേരുപോലെ ശാന്തമായ ഒരിടം. മഞ്ഞും മലയും നീലക്കുറിഞ്ഞിയും മൂന്നാറിനു മാത്രം സ്വന്തമല്ലെന്ന് തെളിയിക്കുന്ന അതിസുന്ദരമായ ട്രക്കിംഗ് സ്ഥലം. മതികെട്ടാൻ ചോല ദേശീയോദ്യാനത്തോട് മുട്ടിയുരുമ്മി നിൽക്കുന്ന ശാന്തൻപാറയുടെ കുന്നുകളിൽ ഇനിയും സഞ്ചാരികൾ എത്തിയിട്ടില്ല. കുടുംബസമേതം കുന്നുകയറാൻ ശാന്തൻപാറ ഏറെ യോജിച്ചതാണ്. ഇടുക്കി ജില്ലയിൽ പൂപ്പാറ ഗ്രാമത്തോട് ചേർന്നാണ് ശാന്തൻപാറ. മൂന്നാർ ബോഡിമെട്ട് ഹൈവേയിലൂടെ പൂപ്പാറയിലേക്ക് ഡ്രൈവ് ചെയ്യുന്നത് തന്നെ ഹൃദ്യമായ അനുഭവമാണ്. വലതുവശത്ത് ഇഡ്ലി ഹിൽസ് എന്ന് നോർത്ത് ഇന്ത്യക്കാർ വിളിക്കുന്ന തേയില ചെരിവുകൾ, വലതുവശത്ത് മലയിൽ കള്ളന്റെ ഗുഹയൊക്കെയുള്ള പാറക്കെട്ട്. മഴക്കാലത്ത് ഈ വഴിയുള്ള യാത്ര പലപ്പോഴും തടസ്സപ്പെടാറുണ്ട്. മൂന്നാറിൽ നിന്ന് ഗ്യാപ് റോഡ് വഴി പൂപ്പാറയിലേക്ക് 32 കിലോമീറ്ററാണ് ദൂരം. പെരിയ കനാൽ വെള്ളച്ചാട്ടത്തെ അടുത്തുനിന്ന് ആസ്വദിക്കാം. ഓൾഡ് ദേവികുളം എന്ന പ്രശസ്തമായ പ്രദേശത്തു നിന്ന് വരുന്ന ഈ വെള്ളച്ചാട്ടം റോഡരികിൽ തന്നെയാണ്. അരിക്കൊമ്പന്റെ വിഹാരരംഗമായിരുന്ന ഇടങ്ങളിലൂടെയാണ് നാഷണൽ ഹൈവേ പോകുന്നത്. ഇടത്തോട്ട് തിരിഞ്ഞാൽ സൂര്യനെല്ലി, കൊളുക്കുമല എന്നിവിടങ്ങളിലേക്ക് പോകാം. ആനയിറങ്കൽ ഡാമാണ് റോഡിന്റെ ഇടതുവശത്ത് തേയിലത്തോട്ടങ്ങൾക്കപ്പുറത്ത്. പൂപ്പാറ ഒരു ചെറിയ മലയോര ഗ്രാമമാണ് പൂപ്പാറ. തേയിലത്തോട്ടങ്ങൾക്ക് നടുവിൽ മതികെട്ടാൻ ചോലയുടെ തലോടലേറ്റ് മയങ്ങുന്ന ഗ്രാമം. പൂപ്പാറയിൽ നിന്ന് 4 കിലോമീറ്റർ ബോഡിമെട്ട് ഭാഗത്തേക്ക് യാത്ര ചെയ്താൽ ശാന്തൻപാറയിലെത്താം. ശാന്തൻപാറ കാർഡമം ഹിൽ റിസർവ് അഥവാ ഏലത്തോട്ടങ്ങളുടെ നാടുകൂടിയാണ് ശാന്തൻപാറ. റോഡരികിൽ തന്നെ ഏലത്തോട്ടങ്ങൾ കാണാം. തലയുയർത്തി നിൽക്കുന്ന വൻ മരങ്ങൾക്കിടയിലൂടെ മഞ്ഞൊളിച്ചു കളിക്കുന്നത് ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യാം. ശാന്തൻപാറയിലെ ഫോറസ്റ്റ് ഓഫീസിനോട് ചേർന്നുള്ള വഴിയിലൂടെയാണ് കുന്ന് കയറാൻ പോകേണ്ടത്. ശാലയും കുന്ന് പള്ളിയുടെ മുന്നിലൂടെയുള്ള വഴിയിൽ കുറച്ചു ഭാഗം വരെ ചെറിയ വാഹനങ്ങൾ പോകും. നടക്കുന്നതാണ് കൂടുതൽ രസകരം. പുൽത്തകിടികളെ താരാട്ടുന്ന കാറ്റിനോടൊപ്പം കുന്ന് കയറാം. പുൽമേട് മൊത്തം തിരമാല പോലെ ചാഞ്ചാടുന്ന പ്രതീതിയാണ് കാറ്റിലാടുന്ന പുൽത്തലപ്പുകൾ തരിക. ഒരു മെക്സിക്കൻ വേവ് അനുഭൂതി. കുന്നിൻ മുകളിലേക്ക് ചെറിയ നടപ്പാതയുണ്ട്. വന്യമൃഗശല്യം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. താരതമ്യേന ബുദ്ധിമുട്ടില്ലാത്ത കയറ്റമാണ്. മുകളിലെത്തിയാൽ വിശാലമായ മൊട്ടക്കുന്നിലൂടെ കാറ്റുകൊണ്ട് നടക്കാം. അകലെ ആനയിറങ്കൽ ഡാം കാണാം. 12 വർഷത്തിലൊരിക്കൽ നീലക്കുറിഞ്ഞി പൂക്കുന്ന ഇടം കൂടിയാണ് ശാന്തൻപാറ. കുറിഞ്ഞിക്കാലത്ത് ഈ കുന്ന് മുഴുവൻ വസന്തമായിരുന്നു. കുന്നിൻ മുകളിൽ സെക്യൂരിറ്റിക്കാറില്ല. അതുകൊണ്ട് തന്നെ അതിസാഹസികത കാണിക്കരുത്. മറുകുന്നുകളിലേക്ക് ഇറങ്ങുന്നത് അപകടമാണ്. ആൾപ്പൊക്കത്തിൽ വളർന്നു നിൽക്കുന്ന പുല്ലുകൾക്കിടയിലൂടെയുള്ള നടപ്പാത മാത്രം നടക്കാൻ തിരഞ്ഞെടുക്കുക. താഴെ മലഞ്ചെരുവിൽ കുത്തനെ നിൽക്കുന്ന കല്ല് കാണാം. അതാണ് വീരക്കല്ല്. വീരചരമമടഞ്ഞവരെ ആദരിക്കാൻ നാട്ടിയ കല്ല്. സുന്ദര കാഴ്ചകൾ മാത്രമല്ല, ചരിത്ര തുടിപ്പുകൂടി ശാന്തൻപാറയ്ക്കുണ്ട്. മതികെട്ടാൻ ചോലക്കാട് നൽകുന്ന കുളിർമയും ഇടുക്കിയുടെ മാന്ത്രിക മൂടൽമഞ്ഞിന്റെ സാന്നിധ്യവും ശാന്തൻപാറയെ ഒരു സുന്ദര ലൊക്കേഷനാക്കുന്നു. ട്രാവൽ നോട്ട്സ്: എറണാകുളം, കോതമംഗലം, അടിമാലി, മൂന്നാർ, ചിന്നക്കനാൽ, പൂപ്പാറ, ശാന്തൻപാറ 152 കിലോമീറ്റർ. കുന്നുകയറുമ്പോൾ ലഘു ആഹാരപാനീയാദികൾ കൊണ്ടുപോവുക. അവിടെ മാലിന്യം നിക്ഷേപിക്കരുത്. ഒരിക്കലും നടപ്പാത വിട്ട് മറ്റ് സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കരുത്. കയ്യിൽ കുട കരുതുക. അപ്രതീക്ഷിതമായിട്ടാണ് മഴ പെയ്യുക.